ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുതിയാണ്. രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് കഴിഞ്ഞ ദിവസം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഷോർട്സ് ഇട്ടുകൊണ്ട് ഇവർ കാലിൽ ക്രീം തേക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ലീക്ക് ആയപ്പോൾ അതിൽ ക്ഷുഭിതയായിട്ടുള്ള ഒരു സ്ത്രീ, ഇവരുമായിട്ട് മുൻപ് സൗഹൃദമൊക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് രേണുസുതിയുടെ പിതാവിന്റെ നമ്പറൊന്നും അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അവർ രേണുസുതിയുടെ പിതാവിനെ വാട്സപ്പ് മുഖാന്തരം കോൺടാക്ട് ചെയ്തിട്ട് അയച്ച ഒരു വോയിസ് നോട്ട് ഞാൻ ഇവിടെ വെക്കാം. ഇത് നമ്മുടെ ദേവ് ഡീകോഡ്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നതാണ്. ഞാൻ അവിടെ സ്ക്രീൻ റെക്കോർഡ് എടുത്തതാണ്. അപ്പം ഇതിനകത്ത് പറയുന്നത് രേണുസുതി ഇനിയും സബ്സ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളും തുടർന്നു കഴിഞ്ഞാൽ ഇവരുടെ പള്ളിയിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നതാണ്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയത്തില്ല ആ പള്ളിയിൽ ഇതുകൊണ്ട് പോയിട്ട് എന്ത് പ്രയോജനമെന്ന്. കാരണം ഈ രേണുസുതിയുടെ ഭർത്താവായിരുന്ന കൊല്ലസുതി എന്ന് പറയുന്ന കലാകാരനെ അടക്കം ചെയ്ത ആ ചർച്ച്, അത് കുറേയധികം തട്ടിപ്പുകാർ ചേർന്ന് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ആ ഒരു പള്ളിയെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് മുൻപ് അത് വ്ലോഗ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലാണ് ആ പള്ളി പ്രവർത്തിക്കുന്നത്. അയാൾക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം US വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതിന്റെ പേരിൽ കേസുണ്ട്. ചിങ്ങാടുത്തിട്ട് നാട്ടുകാർ വട്ടം കൂടി പിടിച്ചിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന വീഡിയോസ് നമ്മുടെ ജാഗ്രത ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ചാനലിനകത്തൂടെയൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാലും ആ സ്ത്രീ ഈ പറയുന്ന തങ്കച്ചനുമായിട്ട് നടത്തിയ വാട്സപ്പ് ചാറ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഇതിനകത്ത് ഇവർ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം ഈ തങ്കച്ചനോട് പറയുന്നുണ്ട്. അതിന്റെ വ്യാപ്തി ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടായിരിക്കാം. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. തങ്കച്ചൻ എന്ത് മെസ്സേജാണ് അയച്ചതെന്നൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്. കോട്ടയത്ത് തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം, അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊടുക്കുന്ന പള്ളിക്കാരും കാര്യങ്ങളെല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാണ്. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണ് ജീവിക്കുന്നത്, അല്ല ബാറിൽ ഡാൻസ് ചെയ്താണ് ജീവിക്കുന്നത്. അല്ല, ജോലി ചെയ്ത് ജീവിക്കണം. ഇവർക്ക് കണ്ട 3-4 ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിയാനൊക്കെ ഇവർക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജോലി, എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ട്. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ ചെയ്യട്ടെ. അവൾ എത്ര നാൾ തുണി അഴിച്ചിട്ട് അവൾ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ കാണാം. അവൾ തുടർന്ന് തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് സമാനത്തിനകം മുഴുവൻ ക്രീമും പുരട്ടി അവിടെ ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അവിടെ റേറ്റ് എത്രയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയിൽ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇന്റലിജൻസി കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൾ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണ്ണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഇവൾ ഈ ദുബായി പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ ദുബായി പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചത് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരു ആണാണോ? സ്വന്തം മകളെ കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരു അച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവള് അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ കാശുണ്ടാകും. അവൾ എന്തിനും ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവൾ എന്തിനു സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് കാണിച്ചു പോകണം. അവള് പറയുന്നത് അവിടെ ചെറിയ നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആക്ട് ചെയ്യും. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ. നമ്മുടെ പള്ളിയിലെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണമെന്ന് അവരറിയണമല്ലോ. അതിന്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഇതാണ് രേണുസുതിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചന് ഈ പറയുന്ന സ്ത്രീ അയച്ചിരിക്കുന്ന മെസ്സേജ്, വോയിസ് മെസ്സേജ്. ഇതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിന് മറുപടി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയല്ല നൽകിയത്, ബിന്ദു അമ്മിണിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മറ്റേ ശബരിമലയിലേക്ക് കയറിയിട്ടുള്ള ബിന്ദു അമ്മിണി, കനകദുർഗ ടീമിലെ ബിന്ദു അമ്മിണി ഇവർക്ക് അയച്ചിരിക്കുന്ന ഒരു നോട്ടീസ്, അത് വാട്സപ്പ് മുഖാന്തരമാണ് അയച്ചിരിക്കുന്നത്.
തങ്കച്ചന്റെ വക്കീൽ ബിന്ദുവാണ്. എൻ്റെ കക്ഷി ഹൃദ്രോഗിയായിട്ടുള്ള ഒരു മുതിർന്ന പൗരനാണ്. നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ഒരു വോയിസ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മേലിൽ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത്. അദ്ദേഹത്തിന്റെ ഫോണിൽ നിരന്തരമായി മകൾ രേണുവിനെ കുറിച്ച് അടിസ്ഥാനരഹിതവും അപമാനകരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. ഇനിയും ഇത്തരം കുറ്റകൃത്യം ആവർത്തിക്കുകയാണ് എങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. ഇതിന് ഈ പുള്ളിക്കാരെ അയച്ചിരിക്കുന്ന മറുപടിയാണ്. നിയമ നടപടി സ്വീകരിച്ചുകൊള്ളുക. ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഭരണം മാറിയത് അറിഞ്ഞില്ലേ? പിണു അല്ല ബിന്ദു അമ്മിണി ഇവിടെ ഭരിക്കുന്നത് ഞങ്ങളുടെ കോൺഗ്രസ് ആണ്. ഇതിനകത്ത് ഈ ചേച്ചിക്ക് ഒരു ചെറിയ തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട്. കാരണം ഭരണം മാറിയിട്ടും കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സാധനം, ആ സാധനം ഒരിക്കലും മാറില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങൾ. അതായത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അതായത് രേണുവിന്റെ അച്ഛനോട് ഇവരൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം ഒരു വ്യക്തിയോട് മറ്റൊരാൾ ആവശ്യപ്പെടുകയോ അയാൾ അതിനെ പ്രേരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ള വകുപ്പുകൾ, ഇപ്പൊ BNS അതിന് വലിയ ഗൗരവമായിട്ടുള്ള വകുപ്പില്ല. പക്ഷെ പൂട്ടാനാണെങ്കിൽ മുൻ IPC എന്ന് പറയുന്നത് ഇതിനകത്ത് വകുപ്പുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് അത് പറയുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു വ്യക്തിയോട് ചെയ്യാൻ പറയുന്നത് അഥവാ പ്രോത്സാഹിപ്പിക്കുന്നത് കുറ്റകരമാണ്. BNS സെക്ഷൻ 108 പഴയ IPC സെക്ഷൻ 306 തുല്യം. ഒരു വ്യക്തി ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക, സഹായിക്കുക, ചെയ്ത ആളെ ശിക്ഷിക്കും. 10 വർഷം തടവ്, പിഴ. അതുകൂടാതെ ഈ പറഞ്ഞ രേണുസുതിയുടെ പിതാവ് തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി സീനിയർ സിറ്റിസൺ ആണ്. ആ ഒരു വ്യക്തിയെ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അയാളോട് ഇത്തരത്തിലൊരു കാര്യം ആവശ്യപ്പെടുക എന്ന് പറയുന്നത് തീർത്തും ഗൗരവപരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി ഇതിനകത്തൊരു കംപ്ലൈന്റ് കൃത്യമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ, അത് നല്ല വെളുപ്പും വെള്ളിയാഴ്ച ഉള്ള വല്ല അഡ്വക്കേറ്റ് ആയിരുന്നു രേണുസുതിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നതെങ്കിൽ ഈ സമയം ചിലപ്പോൾ നിങ്ങൾ അകത്തു പോയിനെ. കാരണം കൃത്യമായ ഒരു എവിഡൻസ് ആണ് കൈവശം ഇരിക്കുന്നത്. പിന്നെ ബിന്ദുമണിയൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഈ പറയുന്ന സെലിബ്രിറ്റി ഫെയിം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. നല്ല പണി അറിയാവുന്ന അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇച്ചിരിയെങ്കിലും മൂളമുള്ള ഒരുത്തനോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒറ്റ ഓഫീസ് മാത്രം മതിയായിരുന്നു നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അവിടെ ഭരണം മാറിയതോ മറ്റു കാര്യങ്ങളോ ഒന്നും നിലനിൽക്കില്ല. എന്നാലും ഇതിനകത്ത് ഇവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതികൾ ചൈൽഡ് ലൈനിലുണ്ട്. അതുകൂടാതെ തന്നെ കസ്റ്റംസ് തുടങ്ങിയ സകലമാന ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ല നീക്കമാണ്. കാരണം ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ വരുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചധികം കെയറിങ്ങും മറ്റു കാര്യങ്ങളും ഇവർ കൊടുക്കാണ്ട് തയ്യാറാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ട് ഇവർ ഇടുന്നത് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കസ്റ്റംസ് മറ്റു കാര്യങ്ങളെല്ലാം അത്ര സ്ട്രോങ് ആണ്. കൃത്യമായ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാണ് എല്ലാവരും പുറത്തേക്ക് വരുന്നത്. പിന്നെ അത്ര സ്വാധീനം ചെലുത്തി ഇവർ ഈ സാധനം കൊണ്ടുവന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. അത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ചേച്ചി ഈ വീഡിയോ അങ്ങനെ കാണുന്നുണ്ട്, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ളൊരു കാര്യം ആരോടും ആവശ്യപ്പെടരുത്. കാരണം അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. നമ്മൾ ഈ പറയുന്നതൊക്കെയല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അതുകൂടാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ പ്രേരണ കുറ്റം മാത്രം മതി 10 വർഷം പോയി അകത്ത് കിടക്കാണ്ട്. ഇനി അദ്ദേഹം അങ്ങനെ അതൊരു ജസ്റ്റ് ഒരു കടുങ്കൈ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഇമാതിരി കാര്യങ്ങൾ മാത്രം നിങ്ങൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ, എത്ര പ്രൊവോക്കേഷൻ ഉണ്ടായാലും നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഒഴിവാക്കുക. കാരണം മനുഷ്യന്റെ ചിന്താഗതിയാണ്. ചിലപ്പോൾ പുള്ളിക്ക് ഒരു അറ്റ കൈക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അടപടലം പൂട്ടാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ശരി, എന്നാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. ഇതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനൊരു കേസ് കേട്ട് വന്ന് കാരണം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബ് നമ്മുടെ ചാനൽ എടുത്ത് കളയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ എന്താണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ വായിക്കാഞ്ഞ കാര്യം. എന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പോൾ ശരി, എന്നാൽ